ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദേവയാനിയും രാഹുലും തിരിച്ച് കൈലാസത്തിലേക്ക് വന്ന കാഴ്ച കണ്ട് ഹൈമവതിയും ശ്രേയയും വളരെ സന്തോഷിക്കുന്നു. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് നാത്തൂൻ ആകെ പകുതി ആയതുപോലെയായല്ലോ. എന്തായാലും അത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ടോ നാത്തൂൻ, അതുകൊണ്ടാണ് എന്ന് എനിക്കറിയാം എന്നെല്ലാം ഹൈമവതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മഹിയും ഗംഗയും കൂടി എത്തുന്നു. മഹി വന്നതും ഉടനെ തന്നെ രാഹുലിനോട് ഇപ്പോ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ചു. രാഹുൽ പറഞ്ഞു, എന്തായാലും ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ എത്രയും വലിയ കാര്യങ്ങളായിരുന്നെന്നും എത്രത്തോളം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നും എനിക്ക് മനസ്സിലായി. എന്തായാലും ഇനി അങ്ങനെയുള്ള തെറ്റുകളൊന്നും ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഗംഗയോടും മഹിയോടും രാഹുൽ അറിയിച്ചു. അത് കേട്ടതും രാഹുലിനോട് ഗംഗ പറഞ്ഞു, എന്തായാലും ഇപ്പോഴെങ്കിലും രാഹുലിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാലോ, അതെന്തായാലും നല്ല കാര്യം. ഒരു തിരിച്ചറിവുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷപൂർവ്വം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഗംഗയും മഹിയും നിൽക്കുമ്പോഴേക്കും അവിടേക്ക് എത്തിയ ഗംഗയോടും മഹിയോടും ദേവയാനി പറഞ്ഞു, അതെ, രാഹുലിന്റെ കാര്യത്തിൽ ഇനി നീയാണ് തീരുമാനമെടുക്കേണ്ടത് മഹി. നീ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇവനെ ഇങ്ങനെ വെറുതെ അഴിച്ചുവിടാതെ ഇവന് എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ചെയ്യാനായി ഇവനെ നീ തന്നെ ചുമതലപ്പെടുത്തണമെന്ന് മഹിയോട് ദേവയാനി ആവശ്യപ്പെട്ടതും മഹിയോട് ആ ചോദ്യം കേട്ട് ദേവയാനിയോട് മഹി പറഞ്ഞു, അതെ അമ്മ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി ഇവനെ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ജീവിതം ഇവനുണ്ടാകണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഉടനെ തന്നെ ഇവന്റെ വിവാഹം നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഇനി എന്റെ കൂടെ ഇവനും വന്നോട്ടെ. നമ്മുടെ കമ്പനി കാര്യങ്ങളൊക്കെ ഇവരും നോക്കി നടത്തട്ടെ. അതാ വേണ്ടത് എന്ന് മഹി അറിയിച്ചു. മഹിയുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ വളരെ സന്തോഷത്തോടെ ദേവയാനി പറഞ്ഞു, എന്തായാലും സന്തോഷമായി മഹി, നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് മഹിയോട് സംസാരിച്ചു. അത് കേട്ട ഉടനെ തന്നെ മഹി അങ്ങനെ സംസാരിച്ചതും ദേവയാനി സന്തോഷപൂർവ്വം മഹിയോട് മറുപടി നൽകുമ്പോൾ ഉടനെ തന്നെ അവിടേക്ക് രാഹുലും മഹിയുടെ കൂടെ ഓഫീസിലേക്ക് പോയിക്കോളാമെന്ന് വാക്ക് നൽകിയതോടെ ഹൈമവതിയും മറ്റുള്ളവരും വളരെ സന്തോഷത്തിലായി. ഈ സമയത്ത് മഹി അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഗംഗയ്ക്ക് ആകെ സംശയം തോന്നി. എന്തായാലും ഉടനെ തന്നെ ഒരു വിവാഹം കൂടി കഴിപ്പിച്ചാൽ രാഹുല് ഒരു ചുമതല ബോധമുള്ള ഒരു ചെറുപ്പക്കാരനായി മാറിക്കോളുമെന്ന് ഹൈമവതി പറയുമ്പോൾ മഹി പറഞ്ഞു, എന്നാൽ അക്കാര്യം കൂടി നമുക്ക് ചെയ്യാം. എന്താടാ, നിനക്കതിൽ എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ എന്ന് മഹി അന്വേഷിച്ചതും രാഹുൽ പറഞ്ഞു, ഇല്ലേട്ടാ, എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കാം. അല്ല, നിനക്കിനി ആരെങ്കിലും പ്രത്യേകിച്ച് വല്ലോ ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമോ മറ്റോ ഉണ്ടോ എന്ന് മഹി അന്വേഷിച്ചതും രാഹുൽ പറഞ്ഞു, ഇല്ലേട്ടാ, അങ്ങനെയൊന്നും എനിക്ക് വേറെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നും ആരോടും ഇല്ല. ഇവിടെ അമ്മയും ഏട്ടനും ഒക്കെ തീരുമാനിക്കുന്നത് തന്നെയാണ് എന്റെ ഇഷ്ടവും തീരുമാനവും എന്ന് രാഹുൽ മറുപടി നൽകി. രാഹുലിന്റെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷപൂർവ്വം അവരെല്ലാവരും അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം റൂമിലേക്ക് എത്തിയ ഗംഗ മഹിയോട് പറഞ്ഞു, മഹിയേട്ട, രാഹുലിനെ നേരെയാക്കുന്നതിന് വേണ്ടി ഉടനെ തന്നെ ഒരു വിവാഹം കഴിപ്പിക്കാമെന്നുള്ള തീരുമാനം അതെന്തായാലും ശരിയായ ഒരു തീരുമാനമല്ല മഹിയേട്ട. കാരണം രാഹുലേട്ടന്റെ ഇപ്പോഴത്തെ ചില പെരുമാറ്റങ്ങളും ചില ശീലങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നമ്മൾ വെറുതെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകണോ? ഒരു പെൺകുട്ടിയുടെ ജീവിതം അതെത്ര മഹത്വമുള്ളതും വിലപിടിപ്പുള്ളതുമാണെന്ന് മഹിയേട്ടന് അറിയാവുന്നതല്ലേ. ആ നിലയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെറുതെ ഒരു ബലിയാടാക്കാനായി ഇട്ടുകൊടുക്കേണ്ടതുണ്ടോ? ആദ്യം രാഹുലേട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. ഒരു ഉത്തരവാദിത്വ ബോധവും കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടായതിനു ശേഷം പോരെ അങ്ങനെ ഒരു തീരുമാനം എന്ന് അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ രാഹുലിനെ കുറിച്ചുള്ള ഗംഗയുടെ അഭിപ്രായം കേട്ട് മഹി പറഞ്ഞു, അതിന് രാഹുലിനെ കുറിച്ച് അങ്ങനെ ഇപ്പോ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. രാഹുലിന്റെ പെരുമാറ്റ രീതികളിലും കുഴപ്പങ്ങളൊന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എന്താ, അങ്ങനെ എന്തെങ്കിലും ഗംഗയ്ക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ഗംഗ അപ്പോഴേക്കും രാഹുലിനെ കുറിച്ചുള്ള യഥാർത്ഥ സത്യാവസ്ഥയും യഥാർത്ഥ സ്വഭാവവും എന്താണെന്ന് തനിക്കറിയാമെങ്കിൽ പോലും അത് മഹിയേട്ടനോട് പറയാൻ കഴിയുന്നതല്ല എന്നറിയാവുന്നതിനാൽ ഗംഗ തൽക്കാലം അത് മറച്ചു വെക്കുന്നു. ഈ സമയത്ത് അതുവഴി എത്തിയ ദേവയാനി മഹിയുടെയും ഗംഗയുടെയും സംസാരം ആ റൂമിന് പുറത്തു നിന്ന് കേൾക്കുന്നു. ആ സമയത്ത് ഗംഗ മഹിയോട് പറഞ്ഞു, മഹിയേട്ട, ഉടനെ ഒരു വിവാഹം കഴിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ മഹിയേട്ടൻ ഉറച്ചു നിൽക്കാതെ ആദ്യം രാഹുലേട്ടന് ഓഫീസ് കാര്യങ്ങളും ഒരു കുടുംബത്തെ എങ്ങനെ നോക്കണമെന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ഒരു ബോധമൊക്കെ രാഹുലേട്ടൻ ഉണ്ടാവട്ടെ. അതുവരെ കാത്തു നിന്നോടെ എന്ന് അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ രാഹുലേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു തീരുമാനം മഹിയോട് ഗംഗ പറയുന്നത് കേട്ട് ദേവയാനിക്ക് ആകെ ദേഷ്യമായി. ഉടനെ തന്നെ മഹി പറഞ്ഞു, ഒരു കാര്യം ഗംഗ മനസ്സിലാക്കണം. ഇത്രയും നാളും അമ്മ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. സ്വന്തം മകനല്ലാഞ്ഞിട്ട് കൂടി എനിക്കും മാളുവിനും വേണ്ടി എത്രയോ വേദനകൾ സഹിച്ചു അമ്മ. എത്രയോ തവണ അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് വേണ്ടി വാദിക്കുകയും
വേദന സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം മക്കളെക്കാളേറെ അമ്മ എന്നെയാണ് സ്നേഹിച്ചത്. ആ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണ്ടേ? ആ അമ്മയുടെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ എന്നും എല്ലാവർക്കും മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുമ്പോൾ എൻ്റെ അനുജനായ രാഹുലിന്റെ കാര്യത്തിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ ഇല്ലേ എന്ന് മഹി ഗംഗയോട് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും രാഹുലിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയെങ്കിലും അമ്മയോടുള്ള എൻ്റെ കടം എനിക്ക് വീട്ടണം. അമ്മ എനിക്ക് എനിക്ക് ചെയ്തു തന്ന നല്ല കാര്യങ്ങളും എൻ്റെയും എൻ്റെ മോളെയും ഇത്രയും നാളും നോക്കിയതും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിനുമൊക്കെ ഒരിക്കലും ഒരു പകരമാവില്ല ഞാൻ ഈ ചെയ്യുന്നത്. എങ്കിലും ഇത്രയെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യണ്ടേ എന്ന് മഹി പറഞ്ഞു. അതിനുശേഷം ഗംഗ മഹിയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ തന്നെ മഹി അങ്ങനെ പറഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഗംഗയോട് മഹി പറഞ്ഞു, അതെ ഗംഗ, എനിക്ക് മറ്റൊരു കാര്യം കൂടി നിന്നോട് പറയുവാനുണ്ട്. അത് കേട്ട ഉടനെ എന്താ എന്താ മഹിയേട്ടാ എന്ന് ഗംഗ അന്വേഷിച്ചതും മഹി പറഞ്ഞു, അതിപ്പോഴല്ല, രാത്രിയാവട്ടെ, രാത്രിയിൽ പറയാം എന്നറിയിച്ചു. എന്തായാലും പറ മഹിയേട്ടാ എന്ന് ഗംഗ നിർബന്ധിച്ചിട്ടും മഹി അത് പറയാൻ കൂട്ടാക്കിയില്ല. എന്തായാലും രാത്രിയാവട്ടെ എന്ന് പറഞ്ഞില്ലേ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ പറഞ്ഞത് കൊണ്ട് രാത്രി വരെ കാത്തിരിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് മഹിയേട്ട എന്ന് പറഞ്ഞ് ഗംഗ വീണ്ടും മഹിയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ അത് പറയാൻ തയ്യാറാകാതെ മഹി എന്തായാലും വൈകിട്ടേ അക്കാര്യം പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് മഹി അവിടെ പോകുന്നു. അതിനുശേഷം ദേവയാനി ഇതെല്ലാം കേട്ട് നേരെ ഹൈമവതിയുടെയും ശ്രേയയുടെയും അരികിലേക്ക് എത്തി. അവരോട് മഹിക്ക് ഇപ്പോഴും എന്നോടും രാഹുലിനോടും വല്ലാത്ത താല്പര്യം തന്നെയാണുള്ളത്. അവൻ രാഹുലിന്റെ കാര്യത്തിൽ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാനും തയ്യാറായി. പക്ഷേ ഗംഗ അവൾ അതിനെ അനുകൂലിക്കുന്നില്ല. അവൾ മഹി എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. രാഹുലിനോട് അവൾക്കെന്തോ പ്രത്യേക വൈരാഗ്യമുള്ളതുപോലെ, രാഹുലിനെ അവൾ മഹിയിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് പോലെ. എന്താ രാഹുൽ, നിന്നോട് മാത്രം അവൾക്കെന്താ എത്രയും വൈരാഗ്യം? അവളെ നീ എന്ത് ചെയ്തിട്ടാ എന്ന് ദേവയാനി അന്വേഷിച്ചതും രാഹുൽ സത്യാവസ്ഥ മറച്ചു പിടിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മേ? അവൾക്ക് എന്നോട് എന്ത് എത്ര ശത്രുതയെന്ന് എനിക്കറിയില്ല എന്ന് തനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ ആ ഒരു അഭിനയം അവിടെ തുടർന്നുകൊണ്ട് രാഹുൽ താനൊന്നും പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ഗംഗയോട് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ അങ്ങനെ ഉടനെ തന്നെ സത്യങ്ങൾ അറിയാവുന്ന ശ്രേയ രാഹുലിനെ നോക്കുമ്പോൾ മനഃപൂർവ്വം രാഹുൽ എല്ലാം മറച്ചു വെച്ചു. എന്തായാലും എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടട്ടെ, ഈ സ്വത്തൊക്കെ നമുക്ക് സ്വന്തമാകട്ടെ, അന്ന് ഞാൻ അവൾക്ക് ഇതിനൊക്കെയുള്ള തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവൾ ആരാ? ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞതും ദേവയാനി രാഹുലിനെ നോക്കി, അല്ല അമ്മയും കൂടിയാണ് എന്ന് പറഞ്ഞപ്പം എന്തായാലും എന്താണ് ഇന്ന് മഹി ഗംഗയോട് പറയാൻ പോകുന്നതെന്ന് അറിയണം. ഇന്ന് രാത്രിയിൽ എന്തോ ഒരു കാര്യം അവളോട് മഹിക്ക് സംസാരിക്കാനുണ്ടെന്നാണ് മഹി പറഞ്ഞത്. അതെന്താന്ന് കൂടി ഉടനെ തന്നെ മനസ്സിലാക്കണം. അക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഗംഗയോട് എന്താ മഹി പറയുന്നതെന്ന് ശ്രേയ തന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ശ്രേയ അത് കേട്ടതും ശരി, ഞാൻ നോക്കിക്കോളാം ആന്റി എന്ന് ശ്രേയ വാക്ക് നൽകി. അതിനുശേഷം ശ്രേയ അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ഇക്കാര്യം ഞാൻ അമ്മയെ കൂടി ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനിയുടെ അരികിൽ നിന്ന് ശ്രേയ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ദേവയാനി രാഹുലിനോട് പറഞ്ഞു, എന്താണ് ഗംഗയ്ക്ക് ഇത്രയേറെ ദേഷ്യം നിന്നോട് തോന്നാനെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഇവിടുത്തെ ഒരു ജോലിക്കാരിയുടെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകുമോ? ഞാൻ സത്യത്തിൽ ഈ കൈലാസത്തിലെ രാജ്ഞിയാണ് എന്നൊക്കെ അത് ശരി തന്നെയാണ്, പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുകയും ചെയ്യാം, റാണിയാണ് രാജ്ഞിയാണെന്നൊക്കെ. പക്ഷെ ഇപ്പോഴും ഈ വീട്ടിലെ അവസാന വാക്കെന്ന് പറയുന്നത് മഹിയുടേത് തന്നെയാണ്, മഹിയുടെ തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. മഹി നമുക്ക് അനുകൂലമായി എടുക്കുന്ന തീരുമാനങ്ങളെ അവളാണ് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവള് ഒരു കാരണവശാലും മഹി എടുക്കുന്ന തീരുമാനത്തെ എതിർക്കാൻ അവൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് വേണ്ടത് എന്ന് രാഹുലിനോട് ദേവയാനി അറിയിച്ചു. അത് കേട്ടതും രാഹുൽ പറഞ്ഞു, എനിക്കറിയാമേ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവള് പിന്നെ എന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനൊന്നും അവൾ പിന്നെ ഉണ്ടായെന്ന് വരില്ല, അമ്മ നോക്കിക്കോ എന്നറിയിച്ചു. അതിനുശേഷം ദേവയാനി പറഞ്ഞു, അന്ന് അറിയാവല്ലോ മഹിയോട് എനിക്കുള്ള വിരോധം, മഹിയോടുള്ള എൻ്റെ സ്നേഹം എന്ത് കാരണത്താലാണെന്നുള്ള കാര്യം ഞാൻ നിന്നോട് വെളിപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. സത്യത്തിൽ ഗംഗയല്ല നമ്മൾ ഇല്ലാതാക്കേണ്ടത്, ആ മഹിയെ തന്നെയാണ് ഇല്ലാതാക്കേണ്ടത്. കാരണം മഹിയുടെ തീരുമാനങ്ങൾക്കാണ്
ഇവിടെ മുൻഗണനയുള്ളത്. അതുകൊണ്ട് തന്നെ മഹിയുടെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ കൈലാസം വീട് നമുക്ക് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ മഹിയാണ് ആദ്യം തന്നെ ഇവിടെ നിന്ന് പോകേണ്ടത്. മഹിയുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി ഉടനെ തന്നെ ചെയ്യണം. ഗംഗ എന്ന് പറഞ്ഞാൽ അവൾ വെറും ഒരു പെണ്ണാണ്. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൾക്ക് ചില ശക്തികളും ചില ഭാഗ്യങ്ങളുമൊക്കെ ഉണ്ടെന്നത് ശരി തന്നെ. എന്ന് വെച്ച് അവളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പേടിക്കേണ്ടത് മഹിയെ തന്നെയാണ്. അവൻ ഇപ്പോൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ അത് ഇനിയും മുന്നോട്ടുണ്ടാകണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവന് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ ഒരിക്കലും നമ്മളോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം പോലും അവന്റെ ഭാഗത്തുനിന്നോ കരുണയോ സ്നേഹമോ ഉണ്ടാവുന്നു വരില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മഹിയുടെ കയ്യിൽ നിന്ന് ഈ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ മഹിയുടെ ജീവൻ തന്നെ ഇല്ലാതാക്കണം. അതിനു വേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്നറിയിച്ചു. അത് കേട്ട രാഹുൽ പറഞ്ഞു, അതെ, എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം അമ്മേ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഞാനൊന്ന് എഴുന്നേക്കട്ടെ. അതിനുശേഷം ആ മഹിയുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഉണ്ടാവും. അതുവരെ അമ്മയൊന്ന് ക്ഷമിക്കുക എന്ന് രാഹുൽ ദേവയാനിയോട് അറിയിച്ചു. അതിനുശേഷം വൈകിട്ട് ആയ സമയത്ത് ഗംഗ മഹിയുടെ അരികിലേക്ക് എത്തി. മഹി ഗംഗയോട് എന്തോ പ്രത്യേകിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാനായി ഗംഗ വന്നതും മഹി ഗംഗയോട് പറഞ്ഞു, ഗംഗ, ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞത് അത്ര വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നാണ് ഗംഗയോട് മഹി അറിയിച്ചത് കേട്ട് ആ സമയത്ത് അവിടേക്ക് ശ്രേയയും എത്തുന്നു. അവർ തമ്മിലുള്ള സംസാരം കൃത്യമായി കേൾക്കാനായി റൂമിന് വെളിയിൽ കാത്തു നിന്നു. അപ്പോഴാണ് മഹി ഗംഗയോട് പറഞ്ഞത്, വേറൊന്നുമല്ല, ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ വിവാഹത്തിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായി. പലപ്പോഴും നീ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവന് തന്നെ കാവലായിട്ടുണ്ട്. അന്നും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ അന്നും പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പോലും എത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹമോ അന്ന് നമ്മൾ ഇത്രയും ഇതുപോലെ ഒന്നിച്ച് ജീവിക്കുമെന്നോ ഒന്നൊന്നും നമ്മൾ പരസ്പരം തീരുമാനിക്കുക പോലും ചെയ്യാതെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന് പുറത്തല്ലേ അന്നങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മളിങ്ങനെ അകന്നു നിൽക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നീ പേരിന് മാത്രം എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ പോരാ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം നമ്മൾക്ക് രണ്ടുപേർക്കും തുടങ്ങാൻ സമയമായെന്ന് എനിക്ക് തോന്നി. അക്കാര്യമാണ് ഞാൻ നിന്നോട് പറയാൻ വന്നത് എന്ന് ഗംഗയോട് മഹി അറിയിച്ചു. അത് കേട്ട ഉടനെ മറിഞ്ഞു നിന്ന് ആ വാക്കുകൾ കേട്ട ശ്രേയ ആകെ ഞെട്ടിത്തെറിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം മഹിയേട്ടൻ അവളോട് പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. മഹിയേട്ടൻ എൻ്റെ മാത്രം സ്വന്തം. അവൾക്ക് ഒരിക്കലും മഹിയേട്ടൻ സ്വന്തമാകാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ ശ്രേയ അതിനനുവദിക്കില്ല എന്നെല്ലാം മനസ്സിൽ ശ്രേയ അക്കാര്യത്തിൽ അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുത്ത് അങ്ങനെ കലിതുള്ളി അവിടുന്ന് പോകുമ്പോൾ മഹിയോട് ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മഹിയേട്ടൻ ഇപ്പൊ പറഞ്ഞതുപോലെ മഹിയേട്ടനും ഞാനും തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ മഹിയേട്ടനോട് ഞാൻ പറയുന്നത്, തൽക്കാലം അങ്ങനെ ഒരു ജീവിതം നമുക്ക് ഇപ്പൊ തുടങ്ങണ്ട എന്നതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, മഹിയേട്ടനോടൊപ്പമുള്ള ഒരു ജീവിതം ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹിയേട്ടനെ എല്ലാവരും ഗൗരിയേച്ചിയുടെ മരണത്തെ സംബന്ധിച്ച് മഹിയേട്ടനെ ഒരു കുറ്റവാളി എന്ന രൂപത്തിലാണ് പലരും ഇപ്പോഴും മഹിയേട്ടനെ കാണുന്നത്. അങ്ങനെ മഹിയേട്ടന്റെ മേലുള്ള ആ കുറ്റാരോപണം അതില്ലാതാക്കണം. മഹിയേട്ടന്റെ മേൽ വന്നു ചേർന്ന ആ കളങ്കം ഉടനെ തന്നെ ഇല്ലാതാക്കണം. അതിന് ഗൗരിയേച്ചിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് ഉടനെ കണ്ടെത്തണം. അതിന്റെ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ഉടനെ കണ്ടെത്തിയതിനു ശേഷം മഹിയേട്ടനും ഞാനും ഒന്നിച്ചുള്ള നമ്മൾ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു ജീവിതം നമുക്ക് തുടങ്ങാം എന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ടതും മഹി പറഞ്ഞു, ശരി, എനിക്കും അതറിയാൻ ആഗ്രഹമുണ്ട് ഗംഗേ. എൻ്റെ ഗൗരിയുടെ ജീവൻ എടുത്തത് ആരാണെന്ന് എനിക്കറിയണം. അതിനുശേഷം നമുക്ക് ഗംഗ പറഞ്ഞതുപോലെയുള്ള ജീവിതം ആരംഭിക്കാം. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. അന്ന് നമ്മുടെ വിവാഹം നടന്നെങ്കിലും അന്ന് ഞാനും നീയും ഒന്നും ഇങ്ങനെ ഒരു വിവാഹം നടക്കുമെന്നുള്ള ഒരു താല്പര്യത്തിലോ ആ ഒരു സ്വപ്നത്തിലോ ഒന്നും ആയിരുന്നില്ലല്ലോ. അന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന പോലും നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഭഗവാന്റെ മുന്നിൽ വെച്ച് എൻ്റെ മോളുടെ സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടി ഗംഗയുടെ കഴുത്തിൽ എനിക്ക് താലി ചാർത്തണം, ഗംഗയുടെ കഴുത്തിൽ മാലയിടണം, അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്ന് മഹി അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ഗംഗ പറഞ്ഞു, ശരി മഹിയേട്ടാ, മഹിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ, അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ഗംഗ മഹിയോട് പറഞ്ഞ് സന്തോഷപൂർവ്വം അവർ സംസാരിക്കുന്നത് കേട്ട് മനസ്സ് തകർത്ത്
ശ്രേയ അവിടെ നിന്ന് വേഗം റൂമിലേക്ക് എത്തി. ശ്രേയ കരഞ്ഞു നിലവിളിച്ച് വരുന്ന കണ്ടതോടെ ദേവയാനിയും ഹൈമവതിയും ശ്രേയ ആശ്വസിപ്പിച്ചു. ഉടനെ ദേവയാനിയോട് ഹൈമവതിയോടുമായിട്ട് ശ്രേയ പറഞ്ഞു, എൻ്റെ മഹിയേട്ടനെ എനിക്ക് നഷ്ടമായാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, അത് തീർച്ച. എനിക്ക് എൻ്റെ മഹിയേട്ടൻ എനിക്ക് സ്വന്തമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. എത്ര കാത്തിരുന്നാലും അവസാനം മഹിയേട്ടൻ എൻ്റെ അരികിൽ തന്നെ വന്നെത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു മഹിയേട്ടൻ്റെ ഇന്നത്തെ സംസാരം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല ആൻറ്റി എന്ന് പറഞ്ഞ് ആകെ പൊട്ടിക്കരയുന്ന ശ്രേയെ നോക്കി ദേവയാനി പറഞ്ഞു, ശ്രേയ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, എന്തിനും ഒരു പരിഹാരം നമുക്കുണ്ടാകാം. എന്തായാലും മഹി ശ്രേയക്കുള്ളതാണെന്നും ശ്രേയ മഹിയുടേതാണെന്നും ഞാനല്ലേ വാക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ആ വാക്ക് ആന്റി പാലിച്ചിരിക്കും. നീ ഒന്ന് കാത്തിരിക്ക്, ക്ഷമയുടെ നിൽക്ക്. ഗംഗ അവൾ ഈ വീട്ടിൽ അധികം നാൾ ഇനി ഉണ്ടാവില്ല. അത് കേട്ട ഉടനെ ഹൈമവതി ദേവയാനിയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, നാത്തൂൻ്റെ വാക്ക് വിശ്വസിച്ച ഞാനും എൻ്റെ മോളും ഇവിടെ ജീവിച്ചത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ പിന്നെ ഞാനും ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. ഇവൾ മാത്രമാണ് എനിക്ക് ആകെയുള്ള പ്രതീക്ഷയും എൻ്റെ സ്വപ്നവും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും നാത്തൂനെ എന്ന് ഹൈമവതി ചോദിക്കുന്നത് കേട്ട് ദേവയാനി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ പറയാതെ, ഞാനല്ലേ പറഞ്ഞത് എല്ലാം ശരിയാകുമെന്നും എല്ലാം ഉടനെ തന്നെ ഞാൻ ശരിയാക്കി തരുമെന്നും. പിന്നെ ഇപ്പോഴും നിങ്ങളിങ്ങനെ ആശങ്കപ്പെടുന്നത് എന്തിനാണ്? എന്നെ വിശ്വസിക്ക്, നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്താം. സമാധാനത്തോടെ നമുക്ക് ആലോചിക്കാം എന്ന് ദേവയാനി ഹൈമവതിയെയും ശ്രേയയെയും സമാധാനിപ്പിക്കുന്നു.